ഐ ഹാഡ് പിച്ച്ഡ് വേറൊരു പടം, ഐ ഹാഡ് പിച്ച്ഡ് റെഡ് ചില്ലീസ്. അതും അഗൈൻ ലൈക്ക് 1.5 കൊല്ലം ഡെവലപ്മെന്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് എല്ലാം തുടങ്ങും എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്റ്റുഡിയോ ആണെന്നുണ്ടെങ്കിൽ അവർ കേൾക്കുന്ന ഒരു 5% ഓഫ് സ്ക്രിപ്റ്റ്സ് ഡെവലപ്മെന്റ് ഫേസിലേക്ക് പോകും. റൈറ്റ്, മോസ്റ്റ് ഓഫ് ദ ടൈം എന്താണെന്ന് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി നമ്മളൊരു സാധനം പിച്ച് ചെയ്തു, സ്ക്രിപ്റ്റ് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ വായിച്ച് വർക്ക് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവർ പറയും നമ്മുടെ അടുത്ത് ദിസ് ഇസ് നോട്ട് വർക്കിംഗ് ഫോർ അസ്, ഗുഡ് ലക്ക് എന്ന് എന്തെങ്കിലും ഉണ്ട് അവരുടേതായിട്ടുള്ള ഡിപ്ലോമാറ്റിക് രീതി പറയും. ഇഫ് ദേ ലൈക്ക് ഇറ്റ് ഗോസ് ഇൻ ടു ദ ഡെവലപ്മെന്റ് ഫേസ്. ആ ഡെവലപ്മെന്റ് ഫേസ് എന്ന് പറയുന്നത് പിന്നെ അതൊരു സിനിമയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് എന്താ പറയുക സ്റ്റെപ്സ് ഉണ്ട്. അതിന് എന്താ പറയുക അവരുടെ ഫിനാൻഷ്യൽ ഒരു അനാലിസിസ് അവർ ചെയ്യും, അതിൻ്റെ റിസ്ക് അസസ്മെന്റ് അവർ ചെയ്യും, ഏത് ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഈ പടം മൗണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അവർ ചെയ്യും, അതിൻ്റെ റിസ്ക് എത്രയായിരിക്കും എന്നുള്ളത് അവർ ചെയ്യും. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് എ ബിഗ് ഫിലിം. പിന്നെയാണ് അവർ കാസ്റ്റിങ്ങിനെ പറ്റി ആലോചിക്കുകയുള്ളൂ, ബാക്കിയുള്ള പ്രീ പ്രൊഡക്ഷൻ പരിപാടികൾ തുടങ്ങുകയുള്ളൂ. സോ ഇറ്റ്സ് എ ബിഗ് അഡ്വാൻസ് തരും അങ്ങനെ ചിലപ്പോൾ അവർ അഡ്വാൻസ് തരും. ഈ പറഞ്ഞ മാതിരി അഗൈൻ ലൈക്ക് അവർ ഈ നെക്സ്റ്റ് ഫേസിലേക്ക് പോകും എന്ന് വിചാരിക്കുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ ദേ വിൽ ഗിവ് യു ആൻ അഡ്വാൻസ്, എസ്പെഷ്യലി അവർക്ക് കണ്ടന്റ് വേണം എന്നുള്ള സിറ്റുവേഷൻ.